ഹായ് വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചുരിദാറിൻ്റെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ഇത് ചുരിദാറിൻ്റെ വെട്ടിയൻ്റെ ബാക്ക് പാർട്ടാണ്. അതിൻ്റെ അകവശമാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ നല്ല വശം. ഇതിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന ഭാഗമാണ് ആദ്യം കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുകയും അത് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി വ്യക്തമായിട്ട് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. കഴുത്തകരം നമ്മൾ ഫ്രണ്ട് കഴുത്ത് 3 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കുമ്പോൾ ഇവിടെ 2.5 ഇഞ്ച് കൊടുക്കുമ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് ഇവിടെ വരുമല്ലോ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? 3 ഇഞ്ച് കിട്ടും. അതുകൊണ്ടാണ് 2.5 ഇഞ്ച് കഴുത്തകലം ബാക്ക് നെക്കിൽ കൊടുക്കുന്നത്. പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു ഫ്രണ്ട് കഴുത്തിന് 6 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. അപ്പം ബാക്ക് നെക്കിൽ ഒരു 5 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് ഇതിൽ നെക്ക് അടിക്കാൻ പോകുന്നത്. ഫ്രണ്ട് നെക്ക് അടിച്ചതുപോലെ ഒരു പീസ് വെച്ച് മറച്ചടിച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക് കഴുത്ത് കീറിപ്പോവും. നമ്മൾ ഇടുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ. ബാക്ക് കഴുത്ത് കീറിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ഈ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതാണ് കഴുത്ത് എപ്പോഴും നല്ല ബലമായിട്ടിരിക്കാൻ നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കഴുത്തടിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വേറെ കളർ തുണി എടുത്തിട്ടുള്ളത്. ക്രോസ് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ കോണിൽ നിന്ന് ഒരു കോണിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഇങ്ങനെ ഒരു ഇഞ്ച് കണക്കാക്കി ഇങ്ങനെ നീളത്തിൽ കുറച്ച് പീസുകൾ വെട്ടിയെടുക്കണം. കുറച്ച് മതി, കഴുത്തിറക്കം കുറച്ച് വേണ്ട കുറച്ച് പീസിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഇതുപോലെയുള്ള പീസുകൾ വെട്ടിയെടുത്തിട്ട് അത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ നല്ല പുറം ഇങ്ങനെ വച്ചിട്ട് ഈ തയ്യൽ തുമ്പ് പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് പുറത്ത് വെച്ച് അടിക്കുക. ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇടയ്ക്കിടയ്ക്ക് ഒരേ കട്ട് കൊടുത്ത് നിറച്ച് കട്ട് കൊടുക്കുക. അതിനുശേഷം ഈ നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുത്ത് അടിച്ചില്ലേ, ആ പീസിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. പുറത്ത് ഇത് അടിച്ചിരിക്കുന്ന എവിടെ അത് കണ്ടല്ലോ, ക്രോസ് പീസിൻ്റെ പുറത്താണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ അടിക്കുമ്പോൾ കഴുത്തിന് നല്ല കീറിപ്പോകില്ല, നല്ല ബലത്തിൽ തന്നെ ഇരിക്കും. മറ്റേതല്ല നമ്മൾ ഇങ്ങനെ അടിച്ച് വയ്ക്കുമ്പോഴേക്കും നമ്മൾ ബലം പിടിച്ച് ഇടയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബാക്ക് നെക്ക് എപ്പോഴും സേഫായിട്ടിരിക്കാൻ നല്ലത്. ആണ് ബാക്ക് നെക്ക് അടിക്കേണ്ടത്. ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് കളറും നൂലുമൊക്കെ തുണിയൊക്കെ കളർ വ്യത്യാസമുണ്ട്, നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ബാക്ക് കഴുത്ത് അടിച്ചെടുക്കുക. ഫ്രണ്ട് കഴുത്തിൻ്റെ അടിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കൂടി കണ്ടിട്ട് മനസ്സിലാക്കി നോക്കുക. ഇതാണ് നല്ല വശം. ഇങ്ങനെയാണ് കഴുത്ത് അടിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതും സൈഡ് അടിച്ച് കൈക്കുഴിയൊക്കെ കറക്റ്റ് ചെയ്യുന്നത് കാണിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.